നമസ്കാരം ശ്രീല. സംസ്ഥാന ഗവൺമെന്റ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അത് ഇസ്ലാമുകൾക്ക് എതിരെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേ തുടർന്ന് VT ബൽറാം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നുണ്ട്. കുറേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം മാത്രം നമുക്ക് എടുക്കാം. അതായത് ഈ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ എത്ര മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് എലമെൻസിനെതിരെ പിണറായി വിജയൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു, അവർ ആരൊക്കെയാണ്, അവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് VT ബൽറാം ചോദിച്ചിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു ചോദ്യം ഏറെ കഴമ്പുള്ളതല്ലേ? തീർച്ചയായും പ്രീത, ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദി എന്ന വാക്കുപോലും പിണറായി വിജയൻ എപ്പോഴാണ് ഉച്ചരിക്കുന്നത്? ഇത്രയും വർഷം ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് BJP-യോ RSS-ഓ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ പറയുമ്പോ അങ്ങനെയൊന്നില്ലെന്നും അത് RSS-ഉം BJP-യുടെയും ഒക്കെ നറേറ്റീവ് ആണെന്നും പറഞ്ഞിടത്തുനിന്നും ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദം ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ, ആ ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ താൻ വലിയ ശക്തമായ പ്രതിഷേധമാണ് നടത്തുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് തന്നെ ഇസ്ലാം വിരോധിയാണെന്ന് വരുത്തി തീർക്കുന്നതെന്നൊക്കെ പറയുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ അറിയാമായിരുന്നു എന്നാണ്. എന്നു മുതലാണ് ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച്, ഭീകരവാദത്തെ കുറിച്ച്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് പിണറായി വിജയൻ അറിവുണ്ടായത്? നിരവധി സംഭവങ്ങൾ. കേരളം ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ ഒരു ഹബ്ബാണെന്ന് പലതവണ നമ്മളേവരും പലപ്പോഴും പല ഘട്ടങ്ങളിലും മനസ്സിലാക്കിയിട്ടും പറഞ്ഞിട്ടുമുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ചില ആൾക്കാർ IS-ലേക്ക് പോയത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. നമുക്ക് നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് കരഞ്ഞു പറയുന്ന അവസ്ഥയുണ്ടായി. ഒരു ചെറുവിരൽ അനക്കുകയോ ആ വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്തുകയോ ഏതെങ്കിലും ഒരു അന്വേഷണവുമായി, അല്ലെ അന്വേഷണത്തിന് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ പിണറായി വിജയൻ? പിണറായി വിജയൻ ഇപ്പോ ഇസ്ലാമിസത്തെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അൻവർ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇരവാദം മുഴക്കുന്നത് കൊണ്ടാണ്. അൻവറും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അൻവറും ഇരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കമൽ ഒരു ബലാത്സംഗ കേസിൽ പെട്ടപ്പോൾ കമൽ ഇരവാദം മുഴക്കി. സിനിമാ സംവിധായകനെ ആഷിക്കബു പെട്ടുപോയാൽ മുഴക്കാനുള്ള ഒരു സാധനമാണ് ഈ ഇരവാദം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോഴാണ് ന്യൂനപക്ഷ പ്രേമവും ന്യൂനപക്ഷ ഇരവാദവും ഒക്കെയായി ഇവർ നമ്മുടെ മുന്നിലേക്ക് പലപ്പോഴും എത്തുന്നത്. ഈ എത്തുമ്പോൾ തന്നെ, എന്നാൽ അതല്ല സംഭവം. ഈ എല്ലാ ഇസ്ലാമിസ്റ്റുകളും എല്ലാ ഇസ്ലാമിക ജനങ്ങളും ഭീകരവാദികളാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അല്ലാത്ത ആൾക്കാരും ഇവിടെയുണ്ട്. പക്ഷേ തീവ്രവാദത്തെ തീവ്രവാദമായി തന്നെ കാണണം, ഭീകരവാദത്തെ ഭീകരവാദമായി തന്നെ കാണണം. ഇപ്പോ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിക ഭീകരവാദത്തെ പറ്റി. എന്നാൽ ഹിന്ദു തീവ്രവാദമാണ് RSS നടത്തുന്നതെന്നല്ലോ ഇത്രയും കാലം പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത്. തീവ്രവാദം എന്താണെന്നും ഭീകരവാദം എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്നുമുള്ള വ്യക്തമായ അറിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അന്നൊന്നും ഈ തീവ്രവാദത്തെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ പിണറായി വിജയൻ സംസാരിക്കാതിരുന്നത്? ഇപ്പോൾ പിണറായി വിജയനെതിരെ അൻവർ ഇരവാദം മുഴക്കിക്കൊണ്ട് വരുമ്പോഴാണ് തീവ്രവാദത്തെ കുറിച്ച് പിണറായി വിജയന് ബോധ്യമുണ്ടായത്, അല്ലെ? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ IS-ലേക്ക് പോയി. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമ വന്ന സമയത്ത് കേരളത്തിലെ കോലാഹലം എന്തായിരുന്നു? കേരളത്തിൽ നിന്ന് ആരും ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് പോകുന്നില്ല, അല്ലെ ഭീകരവാദത്തിലേക്ക് പോകുന്നില്ല എന്നായിരുന്നല്ലോ ഇവിടുത്തെ സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റുകളെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നത്. ഇവിടെ എന്ത് കോലാഹലമാണ് ഉണ്ടാക്കിയത്? ഇനി അത് പോട്ടെ, അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ. അർണബ് ഗോസ്വാമി ഏതോ ഒരു വിഷയത്തിൽ ഒന്ന് കേരളത്തെ പറ്റി ദ മോസ്റ്റ് ഷെയിംലെസ് ബഞ്ച് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞത് എത്ര വലിയ അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്ത് കോലാഹലമായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ വിത്തുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉണ്ടാകാനുള്ള കാരണം ഈ CPM-ന്റെ ഇത്തരത്തിലുള്ള മത തീവ്രവാദത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന രീതിയിലുള്ള പ്രീണനമാണ്. അത് യഥാർത്ഥ പ്രീണനം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഓണം ആഘോഷിക്കരുതെന്ന് പറയുന്നു, ഹൈന്ദവരുടെ ആചാരങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു, ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് പോകരുതെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു സഖാവ് ക്ഷേത്രത്തിൽ പോയാൽ ഉടൻ നടപടിയെടുക്കും. നേരെ മറിച്ച് ഹജ്ജിന് പോകുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഹജ്ജിന് പോകുന്നവർക്ക് കൂടുതൽ സബ്സിഡി കൊടുത്തവരെ ഹജ്ജിന് അയക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല. ശബരിമല സീസൺ ആകുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഇരട്ടി വണ്ടിക്കൂലിയാക്കും. ബസ് ചാർജ് കുത്തനെ കൂട്ടുകയാണ് ശബരിമലയിലെ തീർത്ഥാടകർക്ക്. ഹജ്ജിന് പോകുന്നവർക്ക് വാഹനം, KSRTC-യുടെ ബസ് അടക്കം വെറുതെ വിട്ടുകൊടുക്കുന്ന അവസ്ഥയാണുള്ളത്. അവർക്ക് എയർപോർട്ടിലേക്ക് എത്താനും പറ്റും. 5 പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ശബരിമലയിലെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഏത് രീതിയിലാണ് കേരളത്തിലെ സർക്കാർ ഇടപെട്ടത്? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതൊക്കെ പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കണ്ടതല്ലേ ഒരു കുട്ടി ഇവിടെ എന്ത് വലിയ തരത്തിലുള്ള പ്രശ്നമാണ് ഉണ്ടാക്കിയത്? അവരും പലരും കുന്തിരിക്കവും കരുതി വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കുട്ടി വന്ന് മുദ്രാവാക്യം വിളിച്ചു. എത്ര പ്രശ്നമുണ്ടായതിനു ശേഷമാണ്, എത്ര ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്നാണ് ആ കേസ് അതൊരു കേസ് പോലും ആകുന്നത്. അതുപോട്ടെ, ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ത്യ ഒട്ടാകെ നിരോധിച്ചു.
പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ കേരളം എന്ന ഒരു സംസ്ഥാനത്തല്ലാതെ ബാക്കി ഓരോ സംസ്ഥാനത്തും ഒരു തരത്തിലുള്ള ഹർത്താൽ ഉണ്ടായിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ഹർത്താൽ നടത്തിയ ഏക സ്റ്റേറ്റ് കേരളമാണ്. വാട്സപ്പിലൂടെ ഒരു ഹർത്താൽ, ആ ഹർത്താൽ ആരായിരുന്നു ആഹ്വാനം ചെയ്തത്? വാട്സപ്പിലൂടെ ഹർത്താൽ ആഹ്വാനം ചെയ്ത ഏക സംസ്ഥാനം കേരളമാണ്. അങ്ങനെ കേരളത്തെ നോക്കിയാൽ കേരളത്തിൽ എന്തും നടക്കുമെന്ന സ്ഥിതി ഉണ്ടാക്കിയത് ആരാണ്? യഥാർത്ഥത്തിൽ ഈ തീവ്രവാദത്തിന് ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ കുട പിടിച്ചു കൊടുത്തത്, അത് നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിൽ പോലും അതിലേക്ക് ജനങ്ങളെ പോകുമ്പോൾ പോലും അവർക്ക് എല്ലാ രീതിയിലുള്ള സംരക്ഷണവും നൽകിക്കൊണ്ടിരുന്നത് ആരാണ്? ഈ നിമിഷ ഫാത്തിമ അടക്കമുള്ള വിഷയത്തിൽ കേരളത്തിലെ പോലീസിന് കേസ് കൊടുത്തിട്ട് ബിന്ദു വന്ന് കരഞ്ഞു പിടിച്ച് ബഹളം വെച്ച് പറയുന്നുണ്ടല്ലോ, എന്ത് നടപടിയാണ് കേരള പോലീസ് എടുത്തത്? ഇവിടെ ഇപ്പോ തീവ്രവാദത്തെ കുറിച്ച് പറയുന്നല്ലോ, കഴിഞ്ഞ 8 വർഷമായി ഏതെങ്കിലും ഒരു കേസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഒരു കേസെങ്കിലും ചാർജ് ചെയ്യാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കേസ്? പിന്നെ എന്താണ് അദ്ദേഹം ഇപ്പോൾ തീവ്രവാദത്തെ കുറിച്ച് ഇത്ര വാചാലനാകുന്നത്? അദ്ദേഹം ഇപ്പോ അൻവറിനെ തറപറ്റിക്കുന്നതിനാണ് ഇപ്പോ തീവ്രവാദം പറയുന്നത്. അൻവറിന്റെ ഇരവാദവും പിണറായി വിജയന്റെ തീവ്രവാദത്തെ കുറിച്ചുള്ള ഈ പറച്ചിലും, ഇത് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നേ. രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അൻവർ ആ ഒരു വിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടി RSSനെ കൂടി വെറുതെ വലിച്ചടിക്കുന്നു. RSSന്റെ മേധാവിയെ കാണാൻ പോയി എന്നും തനിക്കറിയില്ല എന്തിനാണെന്നും പൂരം കലക്കിയതും. അപ്പൊ ഈ വാദഗതികളൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ അൻവർ പറഞ്ഞു വെക്കുന്നത് എന്താണ്? 2031 കേരളം ഭരിക്കാൻ BJPക്ക് കഴിയുമെന്നാണ്. ആ പറയുന്നതും ഒരു തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ഏകീകരിക്കാനുള്ള അൻവറിന്റെ ശ്രമമാണ്. അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അൻവറിന്റെ ഭാഗത്ത് നിർത്താനോ ഉള്ള ശ്രമമാണ് അത്തരത്തിലുള്ള ഒരു പറച്ചിലൂടെ വെക്കുന്നത്. ശരിയാണ്, ക്രമാനുഗതമായ വളർച്ച BJPക്കുണ്ട്. ഒരുപക്ഷെ സമീപകാലത്തോ അല്ലെ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലോ ഒക്കെ BJPക്ക് നല്ല നേതാക്കന്മാരുണ്ടായാൽ, അതുകൂടി പറയേണ്ടതുണ്ട്. നല്ല നേതാക്കന്മാരും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും രാഷ്ട്രീയം അറിയുന്ന, രാഷ്ട്രീയത്തെ കുറിച്ച് ബോധവാന്മാരായ ആൾക്കാരെ കൂട്ടിയിണക്കിക്കൊണ്ട് പലരും ഉണ്ട്. പക്ഷെ അവരെ കൂട്ടിയിണക്കുന്ന കാര്യത്തിലൊക്കെ BJP വമ്പൻ പരാജയമാണ്. അങ്ങനെ കൂട്ടിയിണക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോയാൽ, പരസ്പരം ഈ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, ഗ്രൂപ്പിസവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നേറിയാൽ ഒരു പക്ഷേ കേരളത്തിൽ അത് സാധിക്കും. സാധിക്കാത്ത സ്ഥിതിയൊന്നുമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി, ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ തീവ്രവാദമെന്നും ഭീകരവാദമെന്നും ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഇരവാദം ഒക്കെ മുഴക്കുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്ക് വെറുതെ മുഴക്കുന്നത് യാതൊരു ആത്മാർത്ഥതയുമുള്ള പറച്ചിലല്ല പിണറായി വിജയൻ പറയുന്നത്. അതിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കണ്ട കാലഘട്ടങ്ങളിലെല്ലാം നടന്നിട്ടുള്ള തീവ്രവാദവുമായി ബന്ധപ്പെട്ട് എത്ര പേരാണ്? പത്രപ്രവർത്തകർ 2 പേർ, എനിക്ക് തന്നെ അറിയാം. പാലക്കാട് തേജസിന്റെ റിപ്പോർട്ടറായിരുന്ന അബൂ താഹിർ IS-ൽ പോയാണ് മരിച്ചത്. മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ പോലും ഇത്രയും സംവിധാനങ്ങളുണ്ടെന്നേ. ഈ മാധ്യമപ്രവർത്തകനെ, മറ്റൊരു മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു, സിദ്ദിഖാപ്പൻ. ആ സിദ്ദിഖാപ്പനുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുമ്പോഴും കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ CPM ഒക്കെ സിദ്ദിഖാപ്പനെ ജയ് വിളിക്കുന്നവരാ. അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിൽ നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, എല്ലാ രംഗങ്ങളിലും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിന്റെ വിത്തുകൾ അല്ലെങ്കിൽ മതഭീകരവാദത്തിന്റെ വിത്തുകൾ പല ഘട്ടങ്ങളിലും എല്ലാ സംഘടനകളിലേക്കും ഇത്തരക്കാർ കടന്നു കയറിയിട്ടുണ്ട്. ഇന്ന് പേയാടുള്ള സ്ഥലത്തെ ലോക്കൽ സമ്മേളനം മാറ്റിവെച്ചിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ള ആളാണ് ലോക്കൽ സെക്രട്ടറി എന്നാണ് ആരോപണം. ക്ഷമിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയത്? എങ്ങനെയാണ് അങ്ങനെ ഒരാൾ? ഇപ്പൊ പല ആൾക്കാരും CPM-ലേക്ക് കുടിയേറിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധനമൊക്കെ വന്നതിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിലുണ്ടായിരുന്ന പ്രവർത്തകരൊക്കെ മിക്കവാറും എല്ലാവരും CPM-ലേക്കും DYFI-ലേക്കും ഒക്കെ കുടിയേറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് വളരെ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ BJP-യിലേക്ക് വരില്ല ഇങ്ങനെയുള്ളവർ. കാരണം BJPക്ക് അതിൽ കൃത്യമായി, BJP പണ്ട് മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിനെതിരാണെന്നേ. ഇന്നോ ഇന്നലെ ഉണ്ടായ നിലപാടല്ല BJPയുടെ നിലപാട്. തീവ്രവാദത്തിനെതിരെ BJPയുടെയും RSSന്റെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും നിലപാട് സന്ധിയില്ലാത്ത നിലപാടാണ്. അതുകൊണ്ടാണ് അവരെ മുദ്ര കുത്തുന്നത്, അവരെ വർഗീയവാദികളായി മുദ്ര കുത്തിക്കൊണ്ട് ഇക്കണ്ട കാലം അത്രയും ഈ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമായിരുന്നു കേരളത്തിലെ സർക്കാർ എടുത്തിരുന്നത്. അത് ഇപ്പോൾ പിണറായി വിജയന് ഉച്ചരിക്കേണ്ടിയും പറയേണ്ടിയും വരുന്നത് ഇപ്പോൾ അൻവറുമായ പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രവും അൻവർ ഇരവാദം മുഴക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ യാതൊരു ആത്മാർത്ഥതയും ഇതിൽ പിണറായി വിജയനില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആരായിരുന്നു KT ജലീൽ? ആരായിരുന്നു? പഴയ സിമിയുടെ നേതാവായിരുന്നു KT ജലീൽ. KT ജലീലിനെ ആരാണ് പാർട്ടിയിലേക്ക് എടുത്തത്? നമുക്കിപ്പോ KT ജലീലും അൻവറും എല്ലാം ചേർന്ന് ഇപ്പൊ രൂപീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു സഖ്യമെന്ന് നമുക്ക് തോന്നലുളവാക്കുന്ന എപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോഴും CPM-ന്റെ ഭാഗമായി KT ജലീൽ എന്താണ് പറയുന്നത്? ഞാനിപ്പോഴും അൻവറുമായി നല്ല ബന്ധത്തിലാണെന്നാണ്. അൻവറിനെ ഒരു ഘട്ടത്തിലും തള്ളി പറഞ്ഞിട്ടില്ല.
CPM അൻവറിനെ തള്ളിക്കളഞ്ഞാലും KT ജലീൽ അൻവറിനോടൊപ്പമുണ്ട്. ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മള് ഈ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ഈ കാര്യങ്ങളൊന്നും പിണറായി വിജയൻ നിലനിൽപ്പിന് വേണ്ടിയാണ് തീവ്രവാദത്തെക്കുറിച്ചും ഭീകരവാദത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത്. അല്ലാതെ യാതൊരു ആത്മാർത്ഥതയും ഉണ്ടെന്ന് കേരളത്തിലെ ജനങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. പിണറായി വിജയൻ യാതൊരു ആത്മാർത്ഥതയും പിണറായി വിജയൻ ഇല്ല. പിണറായി വിജയൻ ആകെ ജനങ്ങളോടില്ല, പിണറായി രാജ്യത്തോടില്ല, ആരോടുമില്ല. പിണറായി വിജയൻ ആകെ ആത്മാർത്ഥതയുള്ള മകൾ വീണ വിജയനോട് മാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, നന്ദി ശ്രീല.